ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. ഈശോ തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ശിമിയോൻ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നീ പറഞ്ഞത് കേട്ട് ഞാൻ വലയിറക്കാം. ഈശോയെ, നീ പറഞ്ഞത് കൊണ്ട് ഞാനത് അനുസരിക്കാമെന്ന് പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ശിമിയോനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മുക്കുവനായിരുന്നു. കൃത്യമായിട്ട് എവിടെയാണ് വല വീശേണ്ടത് എന്ന് അവനറിയാം. അങ്ങനെ കൃത്യമായിട്ട് അറിയാവുന്ന നല്ല ഒരു മുക്കുവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഈശോ വന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിക്കാനായിട്ട് ശിമിയോൻ തയ്യാറായി. ശിമിയോന്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. ഈശോ പറഞ്ഞത് കേട്ട് വലയിറക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. നമുക്കൊക്കെ എല്ലാം അറിയാം എന്നുള്ള ചിന്തയുണ്ട്. മറ്റുള്ളവർ വന്ന് നമ്മളെ തിരുത്തുമ്പോഴും അത് കേൾക്കാനായിട്ടോ അനുസരിക്കാനായിട്ടോ എനിക്ക് സാധിക്കും. കാരണം ഞാനെന്ന ഭാവം ഉള്ളിക്കിടപ്പുണ്ട്. ഞാൻ വലിയവനാണ് എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം മറ്റൊരുവൻ എന്നെ തിരുത്താനായിട്ട് തയ്യാറാകുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാവത്തില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള മനോഭാവത്തില് നമ്മളൊക്കെ മുന്നോട്ട് പോകും. ജീവിതം പരാജയപ്പെട്ടു പോകും. ഈ ശിമിയോനെ പോലെ ഒന്ന് എളിമപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കണം. മറ്റൊരാള് തിരുത്താനായിട്ട് തയ്യാറാകുമ്പോൾ മറ്റൊരുവന്റെ വാക്ക് കേട്ട് അത് തിരുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ ജീവിതത്തില് വിജയം കണ്ടെത്താനായിട്ട് പറ്റും. ശിമിയോൻ അതല്ലേ ഈശോയുടെ വാക്കിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവന് ഇഷ്ടം പോലെ മത്സ്യത്തെ കിട്ടുന്നുണ്ടല്ലേ. ഈ മത്സ്യത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിമിയോൻ എന്താണെന്ന് പറയുന്നത്, ഞാൻ പാപിയാ, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്. ഈശോയെ, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ. എന്റെ ജീവിതത്തിലെ എന്റെ കുറവ് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഈശോയെ, നിന്റെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല എന്ന് ശിമിയോൻ ഏറ്റു പറയുക. തന്റെ ജീവിതത്തിന്റെ ക്ഷണികത, തന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, തന്റെ ജീവിതത്തിന്റെ കുറവുകള് ദൈവസന്നിധിയില് സന്തോഷത്തോടുകൂടി ഏറ്റുപറയുന്ന ശിമിയോൻ ഇങ്ങനെ ഏറ്റുപറയുമ്പോഴാ ഈശോ അവനെ വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രണ്ടാമതുണ്ടാവേണ്ടതാ നമ്മുടെ ജീവിതത്തിലെ നിസ്സാരത മനസ്സിലാക്കണം, എളിമപ്പെടണം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകള് ദൈവത്തിന് മുൻപില് സ്വയം ഏറ്റുപറയാനായിട്ട് തയ്യാർ. കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ചില തഴക്കദോഷങ്ങളും ചില ദുശീലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി എന്റെ ദൈവത്തോട് ഏറ്റുപറയാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എന്റെ ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവന്റെ സന്നിധിയിലേക്ക് എന്നെ നയിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഏറ്റുപറച്ചിലുണ്ടാവണം. അതുകൊണ്ട് ശിമിയോനെ പോലെ ഈശോയുടെ വാക്ക് കേൾക്കുവാനായിട്ട്, മറ്റുള്ളവരിലൂടെ എന്റെ ഈശോ എന്നെ തിരുത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുവാനായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളും കുറവുകളും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല ശിഷ്യന്മാരായിട്ട് നല്ല മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.